الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. അഹ്ലുസുന്ന വൽ ജമാഅയുടെ ചില ഉസൂലുകൾ, ചില അടിസ്ഥാനങ്ങൾ പ്രതിപാദിക്കുന്ന കവിതയാണ് നാം ഈ ദർസുകളിൽ വിശദീകരിക്കാറുള്ളത്. മഹാനായ ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹം രചിച്ചിട്ടുള്ള അൽ മൻദൂമത്തുൽ ഹായിയ എന്ന കവിതയാണ് നാം വിശദീകരിക്കുന്നത്. അതിൽ അടുത്തതായി അദ്ദേഹം പറഞ്ഞു, വബിൽ ഖദരിൽ മഖ്ദൂരി ഐഖിൻ ഫഇന്നഹു ദിആമതു ഇഖ്ദിദ്ദീനി വദ്ദീനു അഫ്യഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അല്ലാഹുവിൻ്റെ വിധിയിൽ, അല്ലാഹു വിധിച്ചിട്ടുള്ള ആ കാര്യത്തിൽ നിനക്ക് ദൃഢമായ വിശ്വാസമുണ്ടായിരിക്കണം, അതിൽ യഖീനുണ്ടായിരിക്കണം, അതിൽ ചാഞ്ചാട്ടമോ സംശയങ്ങളോ ഒന്നും നിനക്കുണ്ടാകാൻ പാടില്ല. എന്നിട്ട് പറയുന്നു, ഫഇന്നഹു ദിആമതു ഇഖ്ദിദ്ദീൻ. അല്ലാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് ദീനിൻ്റെ അടിസ്ഥാനമാണ്, അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്നാകുന്നു. വദ്ദീനു അഫ്യഹു, ദീനാകട്ടെ അത് വിശാലമാണ്. ദീനിൽ ധാരാളം കർമ്മങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നും നമുക്കറിയുന്നത് പോലെ ദീനിൻ്റെ മർത്തബകൾ മൂന്നെണ്ണമാണ്. ഒന്നാമത്തേത് അൽ ഇസ്ലാം, പിന്നീട് അൽ ഈമാൻ, പിന്നീട് അൽ ഇഹ്സാൻ. ഈ മൂന്ന് മർത്തബകളും ഒരുമിച്ച് ചേർന്നതാണ് ദീൻ എന്ന് പറയുന്നത്. ആ ദീനിൽ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളിൽ ആറാമത്തെ കാര്യമാണ് ഖദറിലുള്ള വിശ്വാസം. മഹാനായ ഹദീഫു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീഫിൽ നമുക്ക് കാണാൻ കഴിയും, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനിനെ കുറിച്ച് താങ്കൾ എനിക്ക് പറഞ്ഞു നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഇതിൽ അവസാനമായി പറഞ്ഞ ആറാമത്തെ കാര്യമാണ് നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിയിൽ നീ വിശ്വസിക്കുക. അത് നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാ കാര്യങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നാണ് എന്ന് നാം വിശ്വസിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഈമാനിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. അത് വിശ്വസിക്കാത്തവൻ്റെ ഈമാൻ അത് പൂർണ്ണമല്ല. എന്നാൽ ഈമാൻ എന്ന് പറയുന്നത് ഈ 6 കാര്യങ്ങൾ മാത്രമല്ല, അതല്ലാത്ത ധാരാളം കാര്യങ്ങൾ ഈമാനിലുണ്ട്. പക്ഷേ ഈമാനിൻ്റെ പ്രധാനപ്പെട്ട 6 തൂണുകൾ, 6 റുക്നുകൾ എന്ന് പറയുന്നത് അത് ഈ പറയപ്പെട്ട 6 കാര്യങ്ങളാണ്. ഹദീഫു ജിബ്രീൽ നാം ഇപ്പോൾ വായിക്കുകയുണ്ടായി. അതിൻ്റെ മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, അതിലൊരു സംഭവം പറയുന്നുണ്ട് തുടക്കത്തിൽ. മഹാനായ യഹ്യ ബിൻ യഅ്മർ റഹിമഹുല്ലാ, അദ്ദേഹം താബിഇയാണ്. അദ്ദേഹം പറയുന്നു, കാന അവ്വല മൻ ഖാല ഫിൽ ഖദരി ബിൽ ബസ്റതി മഅബദുൽ ജുഹനി. ബസ്റയിൽ ഖദറിനെ കുറിച്ച് ആദ്യമായി സംസാരിച്ച വ്യക്തി, ഖദറിൻ്റെ വിഷയത്തിൽ ആദ്യമായി സംസാരിച്ച വ്യക്തി അത് മഅബദുൽ ജുഹനി ആയിരുന്നു. അങ്ങനെ ഞാനും ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹിംയരി റഹിമഹുമുല്ലാ, അവർ രണ്ടുപേരും ഹജ്ജിന് വേണ്ടിയോ അതല്ല ഉംറയ്ക്ക് വേണ്ടിയോ ഞങ്ങൾ മക്കയിലേക്ക് പുറപ്പെടുകയുണ്ടായി. എന്നിട്ട് അവർ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തിൽ വെച്ച് ആരെയെങ്കിലും നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ ഈ ഖദറിൻ്റെ വിഷയത്തിൽ സംസാരിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് നമുക്ക് സഹാബത്തിനോട് ചോദിക്കാമായിരുന്നു. അതങ്ങനെ ഫൗഫിഖ ലനാ അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദാഖിൽ അൽ മസ്ജിദ്. അങ്ങനെ അവർ മക്കയിലെത്തിയ സന്ദർഭത്തിൽ മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവർക്ക് കാണാനുള്ള തൗഫീഖ് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അവരിരുവരും, ആ താബിഈങ്ങളായ ബസ്റയിൽ നിന്ന് വന്ന അവരിരുവരും അദ്ദേഹത്തിൻ്റെ ഇരുവശങ്ങളിൽ ഇരിക്കുകയും എന്നിട്ട് അദ്ദേഹത്തോട് അവർ പറഞ്ഞു, ഇന്നഹു ഖദ് ളഹറ ഖിബലനാ നാസുൻ യഖറഊനൽ ഖുർആൻ വയതകഫറൂനൽ ഇൽം. ഞങ്ങളുടെ നാട്ടിൽ ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ ഖുർആൻ വായിക്കുന്നവരാണ്, ഓതുന്നവരാണ്, അതുപോലെ തന്നെ ഇൽമ് അന്വേഷിക്കുന്നവരാണ്, അത് പഠിക്കുന്നവരാണ്. എന്നിട്ട് അവരെക്കുറിച്ച് പറഞ്ഞു, വഅന്നഹും യസ്ഉമൂന അല്ലാ ഖദർ. അവർ വാദിക്കുന്നത് എന്താണ്? ഖദറില്ല, അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല. വഅന്നൽ അംറ ഉനുഫുൻ,
കാര്യങ്ങളൊക്കെ അത് അപ്പോൾ ഉണ്ടാകുന്നതാണ്, അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരമല്ല, അത് അപ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്, സംഭവിക്കുന്നതാണ് എന്നാണ് അവർ വാദിക്കുന്നത്. ഈ സന്ദർഭത്തിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫഇദാ ലഖീത ഉലൈക ഫഅഖ്ബിർഹും, അവരെ നീ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അവരോട് പറഞ്ഞുകൊള്ളുക, അന്നീ ബരീഉം മിൻഹും, എനിക്ക് അവരുമായി ഒരു ബന്ധവുമില്ല, വ അന്നഹും ബുറാഉം മിന്നി, അവർക്ക് എന്നോടും ബന്ധമില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം സത്യം ചെയ്തു പറയുന്നു, ലൗ അന്ന ലി അഹദിഹിം മിസ്ല ഉഹുദിൻ ദഹബ, അവരിൽ ഒരാൾക്ക് ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടെന്ന് വിചാരിക്കുക, ഫഅൻഫഖഹു, അത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവർ ചെലവഴിച്ചാൽ, മാ ഖബിലല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ, അവർ അല്ലാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ പ്രവർത്തനം അത് സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷമാണ് അദ്ദേഹം ഈ ഹദീസ് ജിബ്രീൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് വന്നതായി കാണാം, അവിടുന്ന് പറഞ്ഞു, ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി, ഖദറിൽ വിശ്വസിക്കാത്ത കാലത്തോളം ഒരു വ്യക്തി അവൻ മുഅ്മിനാവുകയില്ല. ഹത്താ യഅലമ അന്ന മാ അസാബഹു ലം യകുൻ ലിയുഖ്തിഅഹു, അവനെ ബാധിച്ച കാര്യങ്ങളെല്ലാം, അതല്ലെങ്കിൽ അവന് ലഭിച്ച കാര്യങ്ങളെല്ലാം അതവന് ലഭിക്കേണ്ടതായിരുന്നു, അത് അവനെ ബാധിക്കേണ്ടതായിരുന്നു എന്നും, വ അന്ന മാ അഖ്തഅഹു ലം യകുൻ ലിയുസീബഹു, അവനെ ബാധിക്കാതെ പോയ, അതല്ലെങ്കിൽ അവന് ലഭിക്കാതെ പോയ കാര്യങ്ങൾ അതവനെ ബാധിക്കേണ്ടതായിരുന്നില്ല എന്നും മനസ്സിലാക്കുന്നത് വരെ ഒരടിമ മുഅ്മിനാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, വലൗ അൻഫഖ്ത മിസ്ല ഉഹുദിൻ ദഹബൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഉഹുദ് മലയോളം നീ സ്വർണം ചെലവഴിച്ചാലും, മാ ഖബിലഹു അല്ലാഹു മിൻക ഹത്താ തുഅ്മിന ബിൽ ഖദർ, നീ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല. അതുപോലെ നിന്നെ ബാധിച്ചതെല്ലാം അത് നിന്നെ ബാധിക്കേണ്ടതായിരുന്നുവെന്നും, നിന്നെ ബാധിക്കാതെ പോയതെല്ലാം അത് നിന്നെ ബാധിക്കേണ്ടതായിരുന്നില്ല എന്നും നീ മനസ്സിലാക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലൗ മിത്ത അലാ ഗൈരി ഹാദാ ലദഖൽത അന്നാർ, ഈ ഒരു വിശ്വാസത്തിലായിക്കൊണ്ടല്ലാതെ, അഥവാ അല്ലാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കാതെയാണ് നീ മരണപ്പെടുന്നതെങ്കിൽ നീ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് നമ്മുടെ ഈമാനിൻ്റെ അടിസ്ഥാനമാണ്. ഈ വിഷയത്തിൽ പിഴച്ചുപോയ പല കക്ഷികളുമുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഖദറിൽ നാം വിശ്വസിക്കുക. അഹ്ലുസുന്ന വൽ ജമാഅ അവരുടെ ചില ഉസൂലുകൾ, ഈ വിഷയത്തിലുള്ള ചില കാര്യങ്ങൾ, അതാണ് ഇൻഷാ അല്ലാഹ് നാം ഇനി സൂചിപ്പിക്കാനിരിക്കുന്നത്. ഒന്നാമതായി മറാത്തിബുൽ ഖദർ, ഖദറിൻ്റെ 4 മർത്തബകൾ, 4 ഘട്ടങ്ങളാണ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ഈ ലോകത്ത് സംഭവിക്കുന്ന ഏത് കാര്യമാകട്ടെ, അതെല്ലാം ഖദറിൻ്റെ 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്താണ്? അത് അൽ ഇൽം, അൽ ഈമാനു ബിഇൽമില്ലാഹി സാബിഖിൽ അസലി, അഥവാ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നേ അറിഞ്ഞവനാണ്. അല്ലാഹു എല്ലാം മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു. അല്ലാഹുവിൻ്റെ ഇൽമിന് അതിന് തുടക്കമില്ല. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് അല്ലാഹു മുന്നേ അറിഞ്ഞവനാണ്. അലിമ മാ കാന വമാ സയകുൻ, അതുപോലെ തന്നെ അല്ലാഹു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ്, ഈ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. അന്നഹു അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, വസിഅ കുല്ല ഷൈഇൻ ഇൽമ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ്, ഇൽമെന്ന് പറയുന്നത് അതെല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, യഅലമു ഖായിനതൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടവും നിങ്ങൾ ഹൃദയത്തിൽ മറച്ചു വെക്കുന്നതും ഒളിപ്പിച്ചു വെക്കുന്നതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതാണ്. യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയിലുള്ളത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. വയഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ, നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയും. വല്ലാഹു അലീമും ബിദാതി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള, നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച, നിങ്ങൾ സൂക്ഷിച്ചു വെച്ച കാര്യങ്ങൾ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാകുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, വഇൻദഹു മഫാതിഹുൽ ഗൈബ്, അദൃശ്യകാര്യത്തിൻ്റെ ഖജനാവുകൾ അത് അല്ലാഹുവിൻ്റെ പക്കലാണ്.
എന്നിട്ട് അല്ലാഹു പറയുന്നു ലാ യഅലമുഹാ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ മറ്റാരും അതറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കടലിൽ നടക്കുന്നതും കരയിൽ നടക്കുന്നതും അല്ലാഹു അറിയും. ഈ ഭൂമിയിൽ ഒന്നുകിൽ കരയാണ് അല്ലെങ്കിൽ കടലാണ്. ഈ രണ്ട് സ്ഥലങ്ങളിൽ നടക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. അല്ലാഹു അറിയുമെന്ന് പറയുമ്പോൾ ഭൂമിയിൽ നടക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല, സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അല്ലാഹു അറിയുന്നുണ്ട്. അതാണ് അല്ലാഹു പിന്നീട് പറയുന്നത് വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഭൂമിയിൽ ഒരു ഇല പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ വീഴുന്നില്ല. അതുപോലെ തന്നെ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർദ്, ഭൂമിയുടെ ഇരുട്ടറകൾക്കുള്ളിലുള്ള ഭൂമിയുടെ ഉള്ളിലുള്ള ധാന്യമണികളെപ്പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതാണ്. വലാ റത്ബിൻ വലാ യാബിസിൻ, ഉണങ്ങിയതാകട്ടെ പച്ചയാകട്ടെ ഏത് വസ്തുവിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അതെല്ലാം അല്ലാഹുവിൻ്റെ പക്കൽ എഴുതപ്പെട്ട ഒരു രേഖയിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ്, നടക്കാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം വമാ ലം യകുൻ ലൗ കാന കൈഫ യകുൻ, ഇതുവരെ ഒരു കാര്യം നടന്നിട്ടില്ല, ഇനി അത് നടന്നാൽ അത് എന്താകുമായിരുന്നു, അതിൻ്റെ പര്യവസാനം എന്താകുമായിരുന്നു എന്നതിനെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കറിയാം. മുനാഫിക്കുകൾ അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിന്നപ്പോൾ അവരെക്കുറിച്ച് അല്ലാഹു പറഞ്ഞതായി കാണാം ലൗ ഖറജൂ ഫീകും, അവരെങ്ങാനും നിങ്ങളുടെ കൂടെ യുദ്ധത്തിൽ പുറപ്പെട്ടിരുന്നുവെങ്കിൽ മാ സാദൂകും ഇല്ലാ ഖബാല, അവർ നിങ്ങൾക്ക് നാശമല്ലാതെ മറ്റൊന്നും കൂടുതലായി നേടിത്തരികയില്ല. അപ്പോൾ അവർ പുറപ്പെട്ടിട്ടില്ല. അപ്പോൾ അവർ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവരെന്താണ് അവർ വന്നാലുണ്ടാകുന്ന പരിണിത ഫലമെന്നും അതിനെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതാണ്. അതുപോലെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ, അസംഭവ്യമായ കാര്യങ്ങൾ, അത് നടന്നിരുന്നുവെങ്കിൽ അപ്പോൾ എന്താണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിൽ അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹ് ഉണ്ടായിരുന്നുവെങ്കിൽ, അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്, അത് അസംഭവ്യമായ കാര്യമാണ്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ലഫസദത, ആ ആകാശഭൂമികൾ അത് രണ്ടും തകരാറിലാകുമായിരുന്നു, കുഴപ്പത്തിലാകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ നാളെ പരലോകത്ത് കാഫിറുകളായ ആളുകൾ അവർ നരകത്തെ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ അവർ കൺമുന്നിൽ കാണുമ്പോൾ, ആ ശിക്ഷ അവർക്ക് ബോധ്യമാകുമ്പോൾ അവർ അള്ളാഹുവിനോട് പറയുന്നു യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബു ബിആയാതി റബ്ബിനാ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ നീ ദുനിയാവിലേക്കൊന്ന് തിരിച്ച് മടക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞങ്ങൾ നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾ കളവാക്കുകയില്ല, അതുപോലെ തന്നെ ഞങ്ങൾ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടും എന്ന് കാഫിറുകളായ ആളുകൾ അവർ നരകത്തിൻ്റെ മുൻപിൽ വെച്ചാണ് പറയുന്നത്. എന്നാൽ അവിടെ എത്തിയതിന് ശേഷം പിന്നീട് ഒരു മടക്കമില്ല, അത് അസംഭവ്യമായ കാര്യമാണ്. എന്നാൽ ഇനി അവർ തിരിച്ചു വന്നിരുന്നുവെങ്കിൽ അല്ലാഹു പറയുന്നു വലൗ റുദ്ദു, നാം അവരെ ഈ ദുനിയാവിലേക്ക് തിരിച്ചയച്ചിരുന്നുവെങ്കിൽ ലആദൂ ലിമാ നുഹു അൻ, അവർ മുമ്പ് വിലക്കപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് തന്നെയാണ് അവർ വീണ്ടും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ അസംഭവ്യമായ കാര്യങ്ങൾ അതിന് നടന്നിരുന്നുവെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കറിയാം. അപ്പോൾ അല്ലാഹുവിൻ്റെ അറിവെന്ന് പറയുന്നത് അത് വിശാലമാണ്. അപ്പോൾ നമ്മൾ ഖദറിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അതിൻ്റെ വിശ്വാസ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമ് അതിൻ്റെ അടിസ്ഥാനമാണ്. കാരണം സൃഷ്ടികളെ സൃഷ്ടിച്ച അള്ളാഹു അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഒരു സൃഷ്ടാവ് തൻ്റെ സൃഷ്ടികളെക്കുറിച്ച് മുഴുവനായും അറിയേണ്ടതുണ്ട്. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണത എത്തുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ, സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹു അവനെല്ലാം അറിയുകയില്ലേ? എന്നിട്ട് പറയുന്നു വഹുവൽ ലത്തീഫുൽ ഖബീർ, അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. ഇതാണ് ഖദറിൻ്റെ ഒന്നാമത്തെ മർത്തബ, അൽ ഇൽം, അള്ളാഹുവിൻ്റെ ഇൽമിനെ കുറിച്ച് നാം മനസ്സിലാക്കുക. രണ്ടാമത്തേത് അൽ കിതാബത്തു, അൽ ഈമാനു ബി കിതാബത്തില്ലാഹി ലിമഖാദീരിൽ അശ്യാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അറിഞ്ഞ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനത് എഴുതി വെച്ചിട്ടുണ്ട്. സൃഷ്ടികളുടെ വിധികളെല്ലാം അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വദാലിക ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, അത് ലൗഹിൽ മഹ്ഫൂദിൽ അള്ളാഹു അത് എഴുതി വെച്ചിട്ടുണ്ട്. അൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെട്ടത് എന്നാണ്. കാരണം ലൗഹിൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ അതിൽ പിന്നീട് മാറ്റത്തിരുത്തലുകളില്ല, അതിൽ പിന്നീട് കുറയ്ക്കലുകളില്ല, മാറ്റത്തിരുത്തലുകളില്ല. അതുകൊണ്ടാണ് അൽ മഹ്ഫൂദ് എന്ന പേരതിന് വന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുമുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന് നിനക്കറിഞ്ഞുകൂടെ? എന്നിട്ട് അല്ലാഹു പറയുന്നു ഇന്ന ദാലിക ഫീ കിതാബ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല
അതെല്ലാം തീർച്ചയായും ഒരു രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ. ഏത് ചെറിയ കാര്യമുണ്ടോ വലിയ കാര്യമുണ്ടോ അതെല്ലാം രേഖപ്പെടുത്തി വെക്കപ്പെടുന്നതാണ്. അല്ലാഹുവിൻ്റെ പക്കൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും. ഈ ഭൂമിയിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വദേഹങ്ങളിൽ എന്ത് മുസീബത്ത് നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടോ ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. അതിനെ നാം സൃഷ്ടിക്കുന്നതിന് മുൻപായി അതിനെ നാം ഒരു രേഖയിൽ രേഖപ്പെടുത്തി വെക്കാതിരുന്നിട്ടില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു ഇന്ന ദാലിക അലല്ലാഹി യസീർ. അത് അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. മഹാനായ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി സൃഷ്ടിച്ചത് അത് കലമിനെയാണ്. കലം എന്ന് പറഞ്ഞാൽ എഴുതാൻ ഉപയോഗിക്കുന്ന ആ ഉപകരണത്തെയാണ് നാം പേന എന്ന് പറയാറുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കലമിനോട് പറഞ്ഞു ഫഖാല ലഹു ഉക്തുബ്, നീ എഴുതൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് കലം അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കുകയാണ് റബ്ബി വമാദ അക്തുബ്, ഞാൻ എന്താണ് എഴുതേണ്ടത്? അള്ളാഹു പറയുകയാണ് ഉക്തുബ് മഖാദീറ കുല്ലി ശൈഇൻ ഹത്താ തഖൂമ അസ്സാഅ. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെയുള്ള സൃഷ്ടികളുടെ എല്ലാ വിധികളും അത് എഴുതിക്കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനോട് കൽപ്പിക്കുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കതബല്ലാഹു മഖാദീറൽ ഖലായിഖി ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർള ബിഖംസീന അൽഫ സന. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടികളുടെ വിധികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ കാര്യം. അല്ലാഹു അറിഞ്ഞു, ആ അറിഞ്ഞ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് അൽ മശീഅ, അല്ലാഹുവിൻ്റെ ഉദ്ദേശമാണ്. വഅന്ന മാ ശാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചത് സംഭവിക്കും, അല്ലാഹു ഉദ്ദേശിക്കാത്തതൊന്നും സംഭവിക്കുകയില്ല. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ആ കാര്യത്തെ തടുക്കുവാൻ, അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ, അല്ലാഹുവിൻ്റെ ആ ഉദ്ദേശത്തെ മാറ്റുവാൻ ഒരാൾക്കും സാധ്യമല്ല. അതുപോലെ തന്നെ അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിക്കുകയും എന്നാൽ സൃഷ്ടികൾ അല്ലാഹുവിൻ്റെ ആ ഉദ്ദേശത്തോട് എതിരായിക്കൊണ്ട് മറ്റൊരു കാര്യം പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതും അതും അസംഭവ്യമായ കാര്യമാണ്. കാരണം സൃഷ്ടികളുടെ ഉദ്ദേശം എന്നത് അത് അല്ലാഹുവിൻ്റെ ഉദ്ദേശത്തിൻ്റെ കീഴിലുള്ളതാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നതെന്തോ അതാണ് സൃഷ്ടികൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ഉദ്ദേശിക്കാത്തതൊന്നും ഈ ഭൂമിയിൽ നടക്കുന്നില്ല. ഫഅാലുൻ ലിമാ യുരീദ്, താൻ ഉദ്ദേശിക്കുന്നതെന്തോ അത് പ്രവർത്തിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുപോലെ തന്നെ ഇന്നല്ലാഹ യഫ്അലു മാ യശാ, തീർച്ചയായും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം അത് അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ്. യഖ്ലുഖു മാ യശാഉ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ആൺമക്കളെ നൽകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശമനുസരിച്ചാണ് എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നത്. അതുപോലെ ഖദറിൻ്റെ നാലാമത്തെ മർത്തബയാണ് അൽ ഖൽഖ്, അല്ലാഹു സൃഷ്ടിക്കുക. അപ്പോൾ അല്ലാഹു എല്ലാ കാര്യങ്ങളെയും അറിഞ്ഞു, ആ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലാഹു എഴുതി വെച്ചു. ആ എഴുതി വെച്ച കാര്യങ്ങൾ അത് അല്ലാഹുവിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് നടക്കുന്നത്. അതും സൃഷ്ടിക്കുന്നത് ആരാണ്? അതും അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. വഖലഖ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ആ വസ്തുക്കളിൽ പെട്ടതാണ് മനുഷ്യരും അതുപോലെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളും. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അത് അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്, അല്ലാഹു സൃഷ്ടിച്ചതാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ഈ ഖദറിൻ്റെ 4 മർത്തബകൾ നാം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ നടക്കുന്ന ഏത് പ്രവർത്തനങ്ങളും അത് ഈ 4 മർത്തബകളിലൂടെ കടന്നു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖദറിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമ്മൾ ഖദറിൻ്റെ മർത്തബകൾ നമ്മൾ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ് ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത്.
ആ ഉദ്ദേശത്തിനനുസരിച്ചാണ് നാം പ്രവർത്തിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ നമുക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ അള്ളാഹുവാണ് നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചവൻ. ഇത് രണ്ടും നമ്മൾ പറയുകയുണ്ടായി. എന്നാൽ അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അവൻ്റെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും കഴിവും അവന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അത് അവൻ തന്നെയാണ്. അതെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിലും അത് ചെയ്യുന്നത് അവൻ തന്നെയാണ്. ഇത് രണ്ടും പരസ്പരം എന്തില്ല, വൈരുദ്ധ്യമില്ല എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇസ്ബാതു മശീഅത്തില്ലാഹി ലിഅഫ്ആലിൽ ഇബാദ്. അള്ളാഹുവിൻ്റെ അടിമകൾ, ആ അടിമകളുടെ പ്രവർത്തനം അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ് അത് നടക്കുന്നത് എന്ന് നാം ഉറച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ് നടക്കുന്നത്. അതിൽപ്പെട്ടതാണ് മനുഷ്യരായ നമ്മുടെ പ്രവർത്തനങ്ങളും. എന്നാൽ ഖദരിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽപ്പെട്ടവരാണ് അൽ മുഅ്തസില എന്ന് പറയുന്ന പിഴച്ചുപോയ ആളുകൾ. അവർ അള്ളാഹുവിൻ്റെ മശീഅത്തിനെ നിഷേധിച്ചവരാണ്. അവർ പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ അത് നാമാണ് സൃഷ്ടിക്കുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചിട്ടല്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തെ, മശീഅത്തിനെ നിഷേധിച്ചവനാണ് ഖദരിയാക്കൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഒന്നാമത്തെ കാര്യം, നമ്മുടെ പ്രവർത്തനങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ്. രണ്ടാമത്തേത് ഇസ്ബാതു അന്നല്ലാഹ ഖാലിഖു അഫ്ആലിൽ ഇബാദ്. മനുഷ്യരുടെ പ്രവർത്തികൾ അതിൻ്റെ സൃഷ്ടാവാരാണ്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു കാര്യമാണത് നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതും ഖദരിയാക്കൾ അതിനെ നിഷേധിച്ചവരാണ്. അവർ പറയുന്നത് ഇന്നല്ലാഹ അലിമ ഫിഅലൽ ഇൻസാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ പ്രവർത്തികളെക്കുറിച്ച് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. അതുപോലെ വകതബഹു, അത് അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വലാകിന്നഹു ലം യശഅഹു, പക്ഷെ അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല. വഇന്നമാ ഖലഖഹുൽ ഇൻസാൻ. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അത് മനുഷ്യൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്, അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരമല്ല നടക്കുന്നത് എന്നാണ് പിഴച്ചുപോയ ആളുകൾ, ഖദരിയാക്കൾ, അവർ പറയുന്നത്. ഇവരെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞത്? ഈ ഉമ്മത്തിലെ മജൂസികൾ എന്നിവരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. കാരണം മജൂസികൾക്ക് അവർക്ക് രണ്ട് ഇലാഹുണ്ട്. ഏതൊക്കെയാണ് രണ്ട് ഇലാഹ്? ഒന്ന് അന്നൂർ, പ്രകാശമാണ്. നന്മയെ സൃഷ്ടിക്കുന്നത് അത് പ്രകാശത്തിൻ്റെ ഇലാഹാകുന്നു. അതുപോലെ തിന്മയെ സൃഷ്ടിക്കുന്നത് അത് ഇരുട്ടിൻ്റെ ദൈവമാകുന്നു, ഇലാഹാകുന്നു എന്നാണ് മജൂസികൾ പറയുന്നത്. അതുപോലത്തെ ഒരു വാദമാണ് ഖദരിയാക്കൾ. ഖദരിയാക്കൾ പറയുന്നത് എന്താണ്? ഈ വസ്തുക്കളെയൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, പക്ഷേ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അത് സൃഷ്ടിക്കുന്നത് ആരാണ്? അത് മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ രണ്ട് ഇലാഹുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളെ പോലെയാണ് ആര്? ഖദരിയാക്കൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഖദരിയാക്കളെ ഈ ഉമ്മത്തിലെ മജൂസികളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. ഇനി ഖദരിയാക്കൾ അവരുണ്ടാക്കുന്ന ഒരു സംശയമുണ്ട്. എന്താണ്? നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അത് നാം തന്നെയാണ്. ഉദാഹരണമായി എൻ്റെ കൈ ഉയർത്തുന്നത് അത് ഞാൻ തന്നെയാണ്, എൻ്റെ കൈ താഴ്ത്തുന്നത് അതും ഞാൻ തന്നെയാണ്. അതൊക്കെ എൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നീട് അതെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാക്കിയേക്കാം. അതിന് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളെ യാതൊരു വസ്തുക്കളുമില്ലാതെ നേരിട്ട് പടക്കാൻ കഴിയുന്നവനാണ്. ഉദാഹരണമായി ആദം അലൈഹിസ്സലാമിൻ്റെയും നമ്മുടെയും സൃഷ്ടിപ്പിലുള്ള വ്യത്യാസം എന്താണ്? ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു നേരിട്ടാണ് സൃഷ്ടിച്ചത്. അതിൻ്റെ ഇടയിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുപോലെ സ്വർഗത്തെയും നരകത്തെയും ആകാശഭൂമികളെയും എല്ലാം അള്ളാഹു നേരിട്ടാണ് പടച്ചത്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു മാർഗത്തിലൂടെയാണ്, നമ്മുടെ മാതാപിതാക്കളിലൂടെയാണ്. അതുപോലെ തന്നെ ഹവ്വായിനെ അള്ളാഹു സൃഷ്ടിച്ചത് ആദം അലൈഹിസ്സലാമിൽ നിന്നാണ്. അതുപോലെ തന്നെ അള്ളാഹു മഴയെ സൃഷ്ടിച്ചത് മേഘത്തിൽ നിന്നാണ്. അതുപോലെ സസ്യങ്ങളെ അള്ളാഹു മുളപ്പിച്ചത് അത് മണ്ണിൽ നിന്നും അതുപോലെ വെള്ളത്തിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടിപ്പ് രണ്ട് രൂപത്തിലുണ്ടാകും. ഒന്നുകിൽ യാതൊരു മാർഗങ്ങളുമില്ലാതെ അള്ളാഹു നേരിട്ട് പടക്കും, അതല്ലെങ്കിൽ ചില മാർഗങ്ങളിലൂടെ, ചില കാരണങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ചില കാര്യങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് നേരിട്ട് സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയും. പക്ഷെ അള്ളാഹുവിൻ്റെ യുക്തി എന്താണ്? അത് നിന്നിലൂടെ നടക്കണമെന്നുള്ളതാണ്. അതാണ് റബ്ബിൻ്റെ തീരുമാനം. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് നമ്മിലൂടെ നടക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നമുക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ ഒന്നുകൂടി വിശദീകരിച്ചതായി കാണാം. ഒരു പ്രവർത്തനം, ഒരു കാര്യം അതുണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. 3 കാര്യങ്ങൾ സമ്മേളിക്കുമ്പോഴാണ് ഒരു പ്രവർത്തനം ഉണ്ടാകുന്നത്. ഒന്നാമത്തേത് ഇറാദത്തുൻ ജാസിമ,
ഉറച്ച തീരുമാനം, ഉറച്ച ഉദ്ദേശമുണ്ടായിരിക്കണം. ആ പ്രവർത്തനം ചെയ്യണമെന്ന ഉദ്ദേശമുണ്ടായിരിക്കണം. രണ്ടാമത്തേത് ഖുദ്റത്തുൻ താമ്മ, അത് ചെയ്യാനുള്ള കഴിവുണ്ടാകണം. മൂന്നാമത്തേത് സവാലുൽ മവാനി, ആ പ്രവർത്തനം ചെയ്യാനുള്ള തടസ്സങ്ങൾ ഇല്ലാതിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേ ഒരു പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണമായി, ഈ കുപ്പിയിൽ വെള്ളമുണ്ട്. ആ കുപ്പിയിലുള്ള വെള്ളം ഞാൻ കുടിക്കണമെന്ന് ഉറച്ച തീരുമാനമെടുക്കുമ്പോഴാണ് ആ പ്രവർത്തനം അവിടെ നടക്കുന്നത്. അതുപോലെ ആ പ്രവർത്തനം നടക്കണമെങ്കിൽ ഈ കുപ്പിയിലെ വെള്ളം എടുത്ത് കുടിക്കാനുള്ള കഴിവ് എനിക്കുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തടസ്സങ്ങൾ നീങ്ങണം. ഞാൻ ആ കുപ്പിയിലെ വെള്ളം എടുക്കുമ്പോഴേക്കും വേറൊരാൾ എടുത്തുകൊണ്ടുപോയി, അതല്ലെങ്കിൽ ആ കുപ്പിയിലെ വെള്ളം അത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ആ പ്രവർത്തനം നടക്കുകയില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും, ഒരു കാര്യം ചെയ്യാനുള്ള ഉറച്ച തീരുമാനം, അതിനുള്ള ശക്തി നൽകുന്നത്, ആ തടസ്സങ്ങൾ നീക്കുന്നത്, ഇത് 3ഉം ചെയ്യുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് ഒരു അഅറാബിയോട് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയുണ്ടായി, കൈഫ അറഫ്ത റബ്ബക്, നീ നിന്റെ റബ്ബിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? റബ്ബുണ്ടെന്ന് നിനക്ക് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അദ്ദേഹം പറഞ്ഞതായി കാണാം, ബിനഖ്ദിൽ അസാഇമി വഫത്രിൽ ഹിമം, എൻ്റെ ഉറച്ച തീരുമാനങ്ങൾ അത് നടക്കാതിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും ഒരു റബ്ബുണ്ട് എന്ന കാര്യം. നമുക്കങ്ങനെ പലതും ഉണ്ടാകാറുണ്ട്. നമ്മൾ ഒരു കാര്യം ഉറച്ച തീരുമാനമെടുക്കും, പക്ഷെ അതിൻ്റെ അടുത്തെത്തുമ്പോൾ ചിലപ്പോൾ അത് നടക്കാതെ പോകും. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നവൻ ഒരു റബ്ബുണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായി എന്ന് അറാബിയായ ആ വ്യക്തി അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ ഒരു പ്രവർത്തനം ഉണ്ടായിത്തീരണമെങ്കിൽ 3 കാര്യങ്ങൾ സമ്മേളിക്കേണ്ടതുണ്ട്. ആ 3 കാര്യങ്ങളെയും സൃഷ്ടിക്കുന്നവനാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് അടിമകളുടെ ഏത് പ്രവർത്തനവും അത് അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പണ്ഡിതന്മാർ ഇതിൻ്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. അടുത്തതായി പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശപ്രകാരമാണ് സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്നാൽ മനുഷ്യർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവാണ് അവൻ്റെ പ്രവർത്തനങ്ങളെ സൃഷ്ടിക്കുന്നത്. അവനാണ് പ്രവർത്തനം ചെയ്യുന്നത്. ആ പ്രവർത്തനം ചെയ്യുന്നത് അവൻ തന്നെയാണ്. പക്ഷെ അതിൻ്റെ സൃഷ്ടാവാരാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇത് രണ്ടും പരസ്പരം എന്തില്ല? വൈരുദ്ധ്യമില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത്, മനുഷ്യർക്ക് എന്തുണ്ട്? അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള, ഉദ്ദേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കഴിവുണ്ട്. അല്ലാഹു മനുഷ്യർക്ക് മശീഅത്ത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഈ സദസ്സിലേക്ക് വന്നത് നിങ്ങളുടെ ഉദ്ദേശപ്രകാരമാണ്, നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയുകയില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അത് ഞാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. പക്ഷേ എൻ്റെ ഉദ്ദേശം അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് നമ്മുടേത് തന്നെയാണ്. അതെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? നിനക്ക് തന്നെയാണ്. നീ നന്മ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്തം നിനക്കാണ്. തിന്മയാണ് ചെയ്തതെങ്കിലോ അതിൻ്റെ ഉത്തരവാദിത്തവും നിനക്ക് തന്നെയാണ്. അത് നീ തന്നെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ 2 കാര്യങ്ങളും അതെങ്ങനെയാണ് ഒരുമിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉദ്ദേശിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖദറും, ഇത് രണ്ടും എങ്ങനെയാണ് ഒത്തുപോവുക എന്ന് ചില ആളുകൾ ചോദിക്കുന്നതായി കാണാം. എന്നാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അത് ചോദിക്കാൻ പാടില്ല. കാരണം എന്താണ്? അത് അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണ്. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ രൂപത്തെക്കുറിച്ച് ചോദിക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അള്ളാഹു അർശിൻ്റെ മേലിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി പറഞ്ഞതായി കാണാം. അപ്പോൾ അള്ളാഹു എങ്ങനെയാണ് ഇസ്തിവാ ചെയ്തത് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലയോട് ചില ആളുകൾ ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഇസ്തിവാ എന്നത് അത് അറിയപ്പെട്ട കാര്യമാണ്, അതിന് രൂപമുണ്ട്, പക്ഷെ ആ രൂപം നമുക്ക് അള്ളാഹു അറിയിച്ചു നൽകിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞതായി കാണാം, വൽ കൈഫു ഗൈറു മഅഖൂൽ, അതിൻ്റെ രൂപം അത് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിൻ്റെ രൂപം ചോദിക്കുക എന്നുള്ളത് അത് വിലക്കപ്പെട്ട കാര്യമാണ്. അതുപോലെയാണിത് അള്ളാഹു നമുക്ക് ഉദ്ദേശിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. അതുപോലെ അള്ളാഹുവിൻ്റെ ഖദറും അത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് പോവുക എന്നതിനുള്ള മറുപടി അതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന് കഴിവുള്ളവനാണ്. അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് നമുക്ക് അതറിയുകയില്ല. കാരണം മനുഷ്യൻ്റെ ഓരോ അവയവങ്ങളും അതിന് പരിമിതികളുണ്ട്. നമ്മുടെ കാഴ്ചക്കും നമ്മുടെ കേൾവിക്കും അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിക്കും എന്തുണ്ട്? അതിൻ്റേതായ പരിധികളുണ്ട്. ആ ബുദ്ധിക്കപ്പുറമുള്ള കാര്യം നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ കഴിയുകയില്ല. അത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ തന്നെ നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകുന്ന കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ 2 ഉദാഹരണങ്ങൾ പറഞ്ഞതായി കാണാം. ഒന്നാമത്തേത് റൂഹാണ്. റൂഹ് നമ്മുടെ ശരീരവുമായി അങ്ങേയറ്റം ഇഴകിച്ചേർന്ന നമ്മുടെ റൂഹ്, അത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആ റൂഹിനെ അള്ളാഹു മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്.
അത് വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ജീവൻ തിരിച്ചു ലഭിക്കുന്നത്. ആ റൂഹിൻ്റെ രൂപം എങ്ങനെയാണ് അത് നമുക്കറിയുകയില്ല. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്കത് കണ്ടെത്താൻ കഴിയുകയില്ല. അതുപോലെ തന്നെ സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹു സൃഷ്ടിച്ചു വെച്ച കാര്യമാണ്. അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിയുടെ രൂപം എങ്ങനെയാണ് അത് നമുക്കറിയുകയില്ല. സ്വർഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും അല്ലെങ്കിൽ അവൻ്റെ ഭാവനയിലും വർണ്ണിച്ചെടുക്കാൻ കഴിയാത്തതാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇത് ഭൗതികമായ മനുഷ്യൻ്റെ സൃഷ്ടികളുടെ കാര്യമാണ്. പിന്നീട് എങ്ങനെയാണ് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ രൂപം ചോദിക്കുക? അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രവർത്തനത്തിൻ്റെ രൂപം, അതിനെക്കുറിച്ച് നാം എന്താക്കരുത്, അത് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ധാരാളം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടാകും. ഈ ലോകത്ത് എത്രയോ കോടാനുകോടി മനുഷ്യരുണ്ട്, കോടാനുകോടി ജന്തുജാലങ്ങളുണ്ട്. അവർക്കൊക്കെ എങ്ങനെയാണ് അള്ളാഹു റിസ്ക് നൽകുന്നത് എന്ന് ചോദിക്കാൻ പാടുണ്ടോ? ഇല്ല. അതുപോലെ എത്രയോ ആളുകൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ചറിയുന്നത്? എങ്ങനെയാണ് അള്ളാഹു അവർക്കെല്ലാം ഉത്തരം നൽകുന്നത്? ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ചോദിക്കാൻ പാടില്ല. കൈഫ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതെങ്ങനെയാണ് എന്നുള്ള ചോദ്യം നീ ചോദിക്കരുത് എന്ന് അവർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിലാണ്, ആ ഉദ്ദേശത്തിന് കീഴിലാണ് മനുഷ്യരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, നിങ്ങളുടെ കൂട്ടത്തിൽ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതുണ്ട്. അഥവാ മനുഷ്യർക്ക് അവർക്ക് ഉദ്ദേശമുണ്ട്, അവർക്ക് മശീഅത്തുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു തൊട്ടുടനെ പറയുന്നു, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ, അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിൻ്റെ കീഴിലാണ് മനുഷ്യരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാം പറയുകയുണ്ടായി, മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അത് ചെയ്യുന്നത് അത് മനുഷ്യർ തന്നെയാണ്. അതിൻ്റെ സൃഷ്ടാവ്, അത് സൃഷ്ടിച്ചവൻ അത് അള്ളാഹു ആണെങ്കിൽ കൂടി അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അത് മനുഷ്യർക്ക് തന്നെയാണ്. നാം നമസ്കരിച്ചത്, ഖുർആൻ ഓതിയത്, സദഖ നൽകിയത്, അതൊക്കെ നമ്മൾ തന്നെയാണ്. ഇനി മോഷ്ടിക്കുകയാണെങ്കിലും വ്യഭിചരിക്കുകയാണെങ്കിലും തെറ്റുകൾ ചെയ്തതാണെങ്കിലും ആ തെറ്റുകൾ ചെയ്തതാരാണ്? അത് അവൻ തന്നെയാണ്. അതിൻ്റെ പാപഭാരം ഏൽക്കേണ്ടത് അതവൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിൻ്റെ എല്ലാം സൃഷ്ടാവെങ്കിലും ആ പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്തം അത് ചെയ്ത വ്യക്തിക്കാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. നാളെ പരലോകത്ത് അല്ലാഹു പ്രതിഫലം നൽകുന്നത് എങ്ങനെയാണ്? അല്ലാഹു പറഞ്ഞതായി കാണാം. സ്വർഗ്ഗവാസികളെ കുറിച്ച് പറയുന്നു, ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാകുന്നു സ്വർഗ്ഗവാസികൾ. ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരായിരിക്കും, നിത്യവാസികളായിരിക്കും. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം എത്രേ അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്, ഓരോരുത്തരും അവർ പ്രവർത്തിച്ചതിൻ്റെ സദ്ഫലം അത് അവർക്ക് തന്നെയാണ്. ഇനി അവർ പ്രവർത്തിച്ചതിൻ്റെ ദുഷ്ഫലമോ അതും അവരുടെ മേലെ തന്നെയാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. എന്നാൽ ഇത്തരത്തിൽ യാതൊരു ഉദ്ദേശവുമില്ലാതെ നമ്മിൽ നിന്ന് സംഭവിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ അല്ലാഹു നമ്മെ പിടികൂടുകയില്ല. ഉദാഹരണമായി ബുദ്ധിയില്ലാത്ത ആളുകൾ, മജ്നൂൻ, അതുപോലെ ഉറക്കത്തിൽ ചെയ്യുന്ന പ്രവർത്തനം, അതൊക്കെ ഉദ്ദേശമില്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടുകയില്ല എന്നും ഇതിൻ്റെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എന്നാൽ പിഴച്ചുപോയ മറ്റൊരു വിഭാഗമാണ് അൽ ജബരിയ. അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് അൽ അബ്ദു മജ്ബൂറുൻ അലാ അഫ്ആലിഹി, ഒരു അടിമ അവൻ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടവനാണ്. ലൈസ ലഹു ഇഖ്തിയാറുൻ വലാ മശീഅ, അവനെന്തില്ല, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, അവന് തിരഞ്ഞെടുക്കാനുള്ള ഉദ്ദേശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അവനെന്താണ്, കേവലം പ്രവർത്തിക്കപ്പെടുന്ന ഒരു വസ്തു മാത്രമാണ് എന്നാണ് ചില പിഴച്ചുപോയ ജബരിയാക്കൾ എന്ന് പറയുന്നത്. എന്നാൽ ഇവരുടെ ഈ വാദം അതെന്താണ്? അത് ബാത്തിലായ കാര്യമാണ്. അത് നമ്മൾ മുമ്പ് പറയുകയുണ്ടായി. ഓരോ പ്രവർത്തനം അതിൻ്റെ ഉത്തരവാദിത്തം അത് മനുഷ്യർക്ക് തന്നെയാണ്. എല്ലാം സൃഷ്ടിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണെങ്കിൽ കൂടി. ഇവരുടെ ഈ വാദപ്രകാരം, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് മേൽ പ്രവർത്തനം അടിച്ചേൽപ്പിക്കുകയാണ്, അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ ഭൂലോകത്ത് മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾക്കൊന്നും അവരെ ശിക്ഷിക്കാൻ പാടില്ല. കാരണം എന്താണ്? അത് അല്ലാഹു അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് എന്ന് പറയേണ്ടി വരും. അത് ബാത്തിലായ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ അവരുടെ വിശ്വാസം എന്താണ്? അൽ ഈമാനു ബിൽ ഖദരി ബികുല്ലി മാ യതളമ്മനുഹു മിനൽ മറാത്തിബിൽ മദ്കൂറ. നമ്മൾ ഖദറിൻ്റെ 4 മർത്തബകൾ പറഞ്ഞു.
അതിൽ പൂർണ്ണമായും വിശ്വസിക്കുക. അതുപോലെ തന്നെ മനുഷ്യരുടെ പ്രവർത്തികൾ അത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അത് മനുഷ്യർ തന്നെയാണ്. അവരുടെ ഉദ്ദേശത്തോടു കൂടി, അവരുടെ താല്പര്യത്തോടു കൂടി അവർ ചെയ്യുന്നതാണ്. എങ്കിലും ആ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ചതാരാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മനുഷ്യരെയും അവരുടെ കഴിവുകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മനുഷ്യർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാലും മനുഷ്യരുടെ ഉദ്ദേശം, മനുഷ്യരുടെ മശീഅത്ത് അത് അല്ലാഹുവിൻ്റെ ഉദ്ദേശത്തിന് വിധേയമാണ്, അതിൻ്റെ കീഴിലാണ് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആദ്യമേ അറിയുകയും അത് രേഖപ്പെടുത്തി വെക്കുകയും ആ അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതും ആ കാര്യങ്ങളെ അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നതും. അതുകൊണ്ട് തന്നെ അള്ളാഹു എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം നമ്മിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. സഹാബത്ത് റസൂലിനോട് ചോദിച്ച ചോദ്യമാണിത്. അള്ളാഹു എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ലേ, പിന്നെ എന്തിനാണ് അമല് ചെയ്യുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള കഴിവ് മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. പക്ഷേ മനുഷ്യരുടെ ഉദ്ദേശം അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിന് കീഴിലായിരിക്കും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ് അൽ ഹിദായത്തു വൽ ഇദ്ലാൽ. ഹിദായത്തിലാക്കുന്നതും അതുപോലെ വഴികേടിലാക്കുന്നതും, ഈ മസ്അല നാം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫളിനാൽ, അവൻ്റെ ഔദാര്യത്താൽ അവന് ഇഷ്ടമുള്ള ആളുകളെ അള്ളാഹു ഹിദായത്തിലാക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നീതിയാൽ, അള്ളാഹുവിൻ്റെ അദ്ലിനാൽ അള്ളാഹു ചില ആളുകളെ അവരെ വഴികേടിലാക്കും. ഇതിനെല്ലാം പിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ യുക്തിയുണ്ട്. ആദ്യമായി ഹിദായത്തിനെ കുറിച്ച് നമുക്ക് പറയാം. ഹിദായത്ത് എന്ന് പറയുന്നത് അൽ ഹിദായത്തു മിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നാണ്. ഹിദായത്ത് ലഭിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. നമ്മെ നേർമാർഗത്തിലേക്ക് ആക്കുന്നവൻ, ആ മാർഗത്തിലേക്ക് ചേർക്കുന്നവൻ, അതിന് തൗഫീഖ് നൽകുന്നവൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നമ്മൾ എത്ര തന്നെ ഉറക്കമൊഴിച്ചാലും എത്ര തന്നെ പരിശ്രമിച്ചാലും നമുക്ക് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ ഹിദായത്തിലാക്കാൻ നമുക്ക് കഴിയുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ ഹിദായത്തിലാക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിവ്യൻ അബൂ താലിബിനെ ഹിദായത്തിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി, അള്ളാഹു ഏതൊരാളെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിച്ചവൻ. അതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം.
റസൂലും സഹാബത്തും അവർ ഖന്ദക്കിന്റെ കിടങ്ങ് കുഴിക്കുന്ന സന്ദർഭത്തിൽ അവരിങ്ങനെ കവിത ചൊല്ലിയതായി കാണാം. അവിടുന്ന് പറയുന്നു, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന. അല്ലാഹുവേ, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നേർമാർഗത്തിലാകുമായിരുന്നില്ല, ഞങ്ങൾ സദഖ ചെയ്യുമായിരുന്നില്ല, ഞങ്ങൾ നമസ്കരിക്കുന്നവരാകുമായിരുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവാണ് നമ്മളെ ഹിദായത്തിലാക്കുന്നവൻ. ആ ഹിദായത്തിന്റെ ഉടമസ്ഥൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. രണ്ടാമത്തെ കാര്യം, അൽ ഹിദായത്തു മഹ്ദു ഫദ്ലിൻ മിനല്ലാഹ്. അത് അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ്, അത് നമ്മുടെ അവകാശമല്ല, അതല്ലെങ്കിൽ നമ്മുടെ മേന്മ കൊണ്ട്, നമ്മുടെ കുടുംബ മഹിമ കൊണ്ട്, നമ്മുടെ തറവാട് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ കാര്യമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഫദ്ല് മാത്രമാണത്. ആ ഫദ്ൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമായി പണ്ഡിതന്മാർ പറയുന്നത്, അള്ളാഹു ഹിദായത്ത് നൽകുക എന്നുള്ളത് അത് അവൻ്റെ കേവലം മശീഅത്തിന് ഉദ്ദേശമനുസരിച്ച് മാത്രമല്ല, അത് അള്ളാഹുവിൻ്റെ ഇൽമിലേക്കും ഹിക്മത്തിലേക്കും അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അഥവാ അള്ളാഹുവിൻ്റെ അറിവും അള്ളാഹുവിൻ്റെ യുക്തിയും ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ചാണ് അവന് ഹിദായത്ത് നൽകുന്നത്. അഥവാ ആരെ ഹിദായത്തിലാക്കണം, അള്ളാഹുവിൻ്റെ ഹിദായത്ത് അത് ആർക്ക് നൽകണം എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. ആ ഹിദായത്ത് അത് ആരുടെ ഹൃദയത്തിലാണ് അത് വെക്കേണ്ടത് എന്നറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതാണ് ഹിദായത്തിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്തതായി അൽ ഇദ്ലാൽ, വഴികേടിലാക്കുക എന്നുള്ളത്. ആ മസ്അലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാകേണ്ട കാര്യമാണ്. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നീതിയുള്ളവനാണ്. അള്ളാഹു ഒരാളോടും ദുൽമ ചെയ്യുകയില്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ. ഒരു അണുമണി തൂക്കം അള്ളാഹു ഒരാളോടും ദുൽമ ചെയ്യുകയില്ല. അള്ളാഹു ദുൽമ ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ഇബാദ്. ദുൽമ ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലുമില്ല. അള്ളാഹു പറഞ്ഞതായി കാണാം, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി. ഞാൻ എൻ്റെ നഫ്സിൽ ദുൽമിനെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അള്ളാഹു നീതിമാനാണ്, അള്ളാഹു ഒരാളോടും ദുൽമ ചെയ്യുകയില്ല. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് അള്ളാഹു യുക്തിയോടുകൂടി മാത്രമാണ് അള്ളാഹു ചെയ്യുന്നത്. അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു അങ്ങേയറ്റം യുക്തിയുള്ളവനാണ്. അള്ളാഹുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ വിധികളിലും എല്ലാം ഹിക്മത്തുണ്ട്. അത് മനുഷ്യർക്ക് അറിയണമെന്നില്ല. അള്ളാഹുവിൻ്റെ എല്ലാ ഹിക്മത്തും അത് മനുഷ്യർക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ നേർമാർഗത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് കൊണ്ടാണ്. അള്ളാഹു ഒരാളെ വഴികേടിലാക്കിയിട്ടുണ്ടെങ്കിൽ അതും അവൻ്റെ ഹിക്മത്ത് കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അത് നമുക്കറിയണമെന്നില്ല. മനുഷ്യൻ്റെ ബുദ്ധി അത് ദുർബലമാണ്, അതിന് പരിമിതികളുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഹിക്മത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകണമെന്നില്ല. ഒരാൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഹിക്മത്ത് എനിക്ക് മനസ്സിലാകണമെന്നില്ല. മഹാനായ മൂസ അലൈഹിസ്സലാം ഖിദർ അലൈഹിസ്സലാമിൻ്റെ കൂടെ യാത്ര ചെയ്ത സംഭവം നമുക്കറിയാം. അദ്ദേഹം ആ യാത്രക്കിടയിൽ ചില കുട്ടിയെ കൊല്ലുകയുണ്ടായി. അപ്പോൾ ഖിദർ അലൈഹിസ്സലാം ആ ചെയ്ത പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത്, അതിൻ്റെ യുക്തി മൂസ അലൈഹിസ്സലാമിനെ അറിയുന്നില്ല. അത് പിന്നീട് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ തന്നെ, സൃഷ്ടികൾക്കിടയിൽ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അതിൻ്റെ പൂർണ്ണമായ ഹിക്മത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാറില്ല. പിന്നെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള എല്ലാ ഹിക്മത്തും അത് നമുക്കറിയണം, എന്നാലേ അത് ശരിയാവുകയുള്ളൂ എന്ന് നാം വാശി പിടിക്കുന്നത്? അത് ശരിയല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹിക്മത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇനി അടുത്തതായി അൽ ഇദ്ലാലു മിനല്ലാഹ്, വഴികേടിലാക്കുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, മൻ യുദ്ലിലില്ലാഹു ഫലാ ഹാദിയ ലഹു. അല്ലാഹു വഴികേടിലാക്കിയവനെ, അല്ലാഹു പിഴവിലാക്കിയവനെ നേർവഴിയിലാക്കാൻ ഒരാളും തന്നെ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞതായി കാണാം. രണ്ടാമത്തേതായി അന്ന ഇദ്ലാല അല്ലാഹി മഹ്ദു അദ്ലിൻ. അള്ളാഹു ഒരാളുടെ വഴികേടിലാക്കുക എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നീതിയാണ്, അള്ളാഹുവിൻ്റെ അനീതിയല്ല. അള്ളാഹു നീതിയോടുകൂടിയാണ് അവനെ വഴികേടിലാക്കുന്നത്. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വ്യക്തമായ തെളിവുകൾ മനുഷ്യർക്ക് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. സത്യം ഏതാണ്, അതുപോലെ ബാത്തിൽ ഏതാണ്, നന്മ ഏതാണ്, ചിന്മ ഏതാണ് എന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അത് അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ റസൂലുമാരെ, പ്രവാചകന്മാരെ അവരിലേക്ക് അയക്കുകയുണ്ടായി. കിതാബുകൾ അവർക്ക് നൽകുകയുണ്ടായി. തെളിവുകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അത് കണ്ടുപഠിക്കുവാൻ, അത് ചിന്തിച്ച് ഗ്രഹിക്കുവാൻ, അത് കേട്ട് മനസ്സിലാക്കുവാൻ കണ്ണും കാതും ഹൃദയവും അള്ളാഹു അവർക്ക് നൽകുകയുണ്ടായി. എന്നിട്ടും അതൊന്നും സ്വീകരിക്കാതെ അതിൽ നിന്ന് വിമുഖത കാണിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു നൽകേണ്ടത് എന്താണ്? അവരെ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള
നേരായ മാർഗത്തിൽ നിന്ന് മുഖം തിരിക്കുന്ന ആളുകൾ അവരെ പിഴവിലാക്കുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നീതി. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അൽ ഇദ്ലാലു ഉഖൂബ, വഴിപിഴവിലാക്കുക എന്നുള്ളത് അതൊരു ശിക്ഷയാണ്. കാരണം ഇത്രയും കാര്യങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ ലഭിച്ചിട്ടും അതിന് കീഴ്പ്പെടാതെ അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നവർക്കുള്ളൊരു ശിക്ഷയാണ് എന്ത്, അൽ ഇദ്ലാൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശിക്ഷ അത് അർഹിക്കുന്ന ആളുകൾക്ക് നൽകുക എന്നുള്ളത് അത് നീതിയാണ്, അതൊരിക്കലും ദുൽമാവുകയില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇപ്പോൾ ഒരാൾ വഴിപിഴച്ചു പോകുന്നത് അത് അള്ളാഹു നൽകുന്ന ശിക്ഷയായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും തെളിവുകൾ നൽകിയിട്ടും അതിൽ നിന്ന് വിമുഖത കാണിച്ചു പോകുന്നവനക്കുള്ള ശിക്ഷയാണത്. അപ്പോൾ ശിക്ഷ നൽകുന്ന ആളുകൾക്ക് അതിൻ്റെ സ്ഥാനത്ത് ആ ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളത് അത് നീതിയാണ്, അതെപ്പോഴും പ്രശംസിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, വ അമ്മാ സമൂദ് ഗോത്രം അവരെക്കുറിച്ച് പറയുകയാണ്, ഫഹദൈനാഹും അവർക്ക് നാം നേർവഴി കാണിച്ചു കൊടുത്തു. അഥവാ അവരിലേക്ക് സാലിഹ് അലൈഹിസ്സലാമിനെ അള്ളാഹു അവരിലേക്ക് അയച്ചു. അങ്ങനെ അവർക്ക് സത്യവും അസത്യവും അത് അദ്ദേഹം കാണിച്ചു കൊടുത്തു, ആ മാർഗദർശനം കാണിച്ചു കൊടുത്തു. എന്നിട്ടും ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ, എന്നിട്ടും അവർ ആ സന്മാർഗത്തെക്കാൾ അവർ അന്ധതയെ അവർ എന്താക്കി തെരഞ്ഞെടുക്കുകയുണ്ടായി. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കഠിനമായ ശിക്ഷ കൊണ്ട് അവരെ പിടികൂടിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വഴികേടിലാക്കുക എന്നുള്ളത് അത് അല്ലാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ ശിക്ഷ അത് ലഭിക്കേണ്ട ആളുകൾക്ക് ആ ശിക്ഷ നൽകുക എന്നുള്ളത് അത് അല്ലാഹുവിൻ്റെ നീതിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിക്മത്തിനനുസരിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വദ്ഉ ശൈഇ ഫീ മൗദിഇഹി, ഒരു കാര്യത്തെ അതിൻ്റെ ഉചിതമായ സ്ഥാനത്ത് വെക്കുക, അതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അർഹതപ്പെട്ട ആളുകളെ അവൻ വഴിപിഴപ്പിക്കുന്നു, വഴികേടിലാക്കുന്നു എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു കാര്യം ഒരു ഉദാഹരണത്തിലൂടെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. നല്ല വിലപിടിപ്പുള്ള ഒരു രത്നം, നീ വലിയ വിലപിടിപ്പുള്ള ഒരു രത്നം നീ വാങ്ങുകയാണ്. എന്നിട്ട് ആ രത്നം നീ ഒരു നായയുടെ അല്ലെങ്കിൽ ഒരു പന്നിയുടെ കഴുത്തിൽ അത് ചാർത്തിക്കൊടുക്കുകയില്ല. കാരണം എന്താണ്? അതിന് യോജിച്ച സ്ഥലമല്ല. അതുപോലെയാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഹിദായത്ത് എന്ന് പറയുന്നത് അത് ഈ വിലപിടിപ്പുള്ള രത്നത്തെക്കാൾ വലുതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ നിന്ന് മുഖം തിരിച്ച് കളയുന്ന ആളുകൾ അവർക്ക് നൽകേണ്ടതല്ല അള്ളാഹുവിൻ്റെ ഈ ഹിദായത്ത് എന്ന് പറയുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് യോജിച്ച ആളുകൾക്കാണ് അത് നൽകുക. അത് അള്ളാഹുവിൻ്റെ യുക്തിയാണ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നീതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഇദ്ലാലിലാക്കുന്നു, വഴിപിഴവിലാക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെയൊക്കെ നാം തിരിച്ചറിയേണ്ട, നാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഊട്ടിയുറപ്പിക്കേണ്ട കാര്യം, അള്ളാഹു ഒരാളോടും ദുൽമ ചെയ്യുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അത് ഹിക്മത്തോടു കൂടിയാണ് എന്ന് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ കൊണ്ടുവരുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله